നമസ്തേ. നമസ്കാരം. ദേവരാജൻ ചേട്ടൻ ആണ്. നമ്മൾ ഇതിനു മുമ്പ് 15 എപ്പിസോഡ് ദേവരാജൻ ചേട്ടൻ്റെ തുരീയം എന്നുള്ള പുസ്തകത്തെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തുരീയം ആമസോണിൽ ഇംഗ്ലീഷ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ കിൻഡിൽ വേർഷനും അവൈലബിൾ ആണ്. ചേട്ടാ, വെൽക്കം ബാക്ക്. നമുക്കിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചിറ്റ് ചാറ്റ് ചെയ്ത് പോവാം. ഓക്കെ ചേട്ടാ, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിൽ നിന്നും ഇതിനു മുമ്പ് ഞാൻ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൽ നിന്നും ബേസ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ യോഗികൾ അല്ലെ സിദ്ധന്മാർ ഒരു പ്രത്യേക യോഗ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അവധൂത അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ, അവധൂതയൊക്കെ വളരെ ഹയർ ലെവലാണ്, അല്ലെ ഒരു സിദ്ധ അവസ്ഥയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രഹപ്പിഴകളും ഗ്രഹദോഷങ്ങളും ഗ്രഹ സംബന്ധമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണോ? ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ശരിയാണത്. അത് എല്ലാ യോഗികളെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമാണ്. യോഗികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഒരു സാധകനെ സംബന്ധിച്ച് പോലും ചെറിയ തോതിൽ നമ്മൾ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് മുക്തമായിട്ട് വരും തുടങ്ങുമ്പോൾ തന്നെ. എന്താ കാരണം വെച്ചാൽ, ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം എന്താണെന്ന് വെച്ചാൽ, ഗ്രഹങ്ങളുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്ന ഓരോ ഗ്രഹത്തിൻ്റെയും പ്രകാശരശ്മികൾ അല്ലെങ്കിൽ തട്ടി വരുന്ന റേഡിയേഷൻസ് നമ്മളുടെ മനസ്സിൽ പ്രത്യേക രീതിയിലുള്ള സ്വാധീനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതാണ് ശരിക്കും ഗ്രഹങ്ങളുടെ പ്രഭാവം. എന്താണ് ജാതകം എന്ന് പറഞ്ഞാൽ, ജനിക്കുമ്പോഴുള്ള ആ ഗ്രഹനില എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ആ ശ്വാസം എടുക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളും എവിടെ നിൽക്കുന്നോ അതിൻ്റെ ഒരു ബലാബലമാണ് ഇവിടെ നമ്മളിൽ വർക്ക് ചെയ്യുക. ആ പ്രകാശരശ്മികളുടെ അല്ലെങ്കിൽ ആ റേഡിയേഷൻസിന്റെ അതിനനുസരിച്ചാണ് നമ്മളുടെ ബ്രീത്ത്. ഫസ്റ്റ് ബ്രീത്ത് ഉണ്ടല്ലോ, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്രീത്ത് തുടങ്ങുന്നത് അമ്മയുടെ വയറിൽ നിന്ന് പുറത്തു വരുന്ന സമയത്താണ്. അപ്പൊ ആ ബ്രീത്തിനെ സ്വാധീനിക്കുന്ന ഘടകം, അതിന്റെ ഡെപ്ത്, അതിന്റെ ഗുണം, അതിന്റെ ലെങ്ത്, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നത് ഈ ബലാബലങ്ങളാണ്. അത് മാത്രമല്ല, ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അയാളുടെ ബ്രീത്താണ്. ഇംഗ്ലീഷിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വാട്ട് യു തിങ്ക് യു ആർ വാട്ട് യു തിങ്ക് യു ആർ. അതൊന്നും അല്ല ശരി. അങ്ങനെയാണെങ്കിൽ ആ തിങ്കിങ്ങിനെ കൂടി സ്വാധീനിക്കുന്നത് എന്താണ്? നമ്മളുടെ ബ്രീത്താണ്. നമ്മളുടെ ഓരോ ആളുകൾക്കും ഹസ്തരേഖ അയാൾക്ക് യുണീക്കാണ്, ഐറിസിന്റെ ഘടന അയാൾക്ക് യുണീക്കാണ്. അതേപോലെ ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ ബ്രീത്ത് ഉണ്ട്. അതിൻ്റെ ഒരു വേഗത, അതിൻ്റെ ഒരു ആഴം, അതിൻ്റെ ഒരു വോള്യം, ഇതൊക്കെ അയാൾക്ക് മാത്രമുള്ളതാണ്. അതാണ് ശരിക്കും അയാളുടെ ക്യാരക്ടർ. ഒരാളുടെ ബ്രീത്ത് എന്താണോ, അതിൻ്റെ ഘടന എന്താണോ, ബ്രീത്തിൻ്റെ ഒരു പാറ്റേൺ എന്താണോ, അതാണ് ശരിക്കും ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രീത്തിനെ സ്വാധീനിക്കുന്നത് ഈ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ബലാബലങ്ങളാണ്. അപ്പൊ ആ ബലാബലത്തോടു കൂടിയാണ് ഇയാൾ ജീവിക്കുന്നത്. അപ്പൊ ആ ഗ്രഹങ്ങളുടെ സ്ഥാനത്തിലുണ്ടാവുന്ന, ബലത്തിലുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ ഇയാളുടെ ക്യാരക്ടറിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ജാതകമൊക്കെ ഫലിക്കുന്നത്. ഇന്ന കാലം വരുമ്പോൾ, ഇന്ന ഗ്രഹങ്ങൾക്ക് ഇന്ന പ്രഭാവം വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന രീതിയിലാണ് നിങ്ങളുടെ മനോഭാവം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ ജീവിതത്തിൽ നല്ല കാലം ഉണ്ടാവും, ചീത്തക്കാലം ഉണ്ടാവും. കാരണം എല്ലാം നമ്മളുടെ ചിന്തകളിലാണ്. നമ്മളുടെ ചിന്തകൾ മോശമാകുമ്പോൾ, വേറൊരു തരത്തിലാവുമ്പോൾ നമുക്ക് അതിനനുസരിച്ച റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാവും. വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ വേറൊരു റിസൾട്ടാണ് ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ ഈ ജാതക ഫലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. പ്രതിഫലനം. അതാണ്
ഈ ഗ്രഹങ്ങളുടെ ഫലം എന്ന് പറയുന്നത്. ഉം. അപ്പോ പ്രാണായാമം ചെയ്യുമ്പോഴേ എന്താ സംഭവിക്കുന്നത്, ഈ ഗ്രഹങ്ങളുടെയൊക്കെ ബന്ധപ്പെട്ട നാഡികൾ നമ്മളുടെ ശരീരത്തിലുണ്ട്. അങ്ങനെയാണ് ഈ ഗ്രഹങ്ങളുടെ ബലാബലം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഓരോ നാഡികളും ഇതുപോലെ ഓരോരോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, അതിന്റെ സ്വാധീനമാണ്. അപ്പൊ നമ്മള് ചന്ദ്രനാഡി, ഇടനാഡിയെ നമ്മൾ ചന്ദ്രനാഡി എന്നല്ലേ പറയുന്നത്. ചന്ദ്രനിൽ ഉണ്ടാവുന്ന ബലാബലത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മളെ ഈ നാഡിയെ സ്വാധീനിക്കുന്നുണ്ട്. സൂര്യനാഡി എന്ന് പറയാൻ കാരണം ഈ പ്രധാനപ്പെട്ട ഈ നാഡി പിംഗള നാഡി സൂര്യനാഡി എന്ന് പറയും. കാരണം സൂര്യന്റെ ബലാബലാണ് ഇവിടെ സ്വാധീനം. ഇതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ബലാബലങ്ങൾ പ്രവർത്തിക്കുന്ന നാഡികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോ യോഗി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണ വെച്ചാല് സ്വാഭാവികമായിട്ട് ഈ നാഡികളിൽ ഉണ്ടായിട്ടുള്ള ഊർജ പ്രവാഹത്തെ അൾട്ടർ ചെയ്യാണ്, മാറ്റുകയാണ്. ഗ്രഹങ്ങളുടെ പ്രഭാവത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോ നാഡികളിലും ഉണ്ടാവുന്ന ഊർജ പ്രവാഹത്തെ നമ്മൾ ബലം പ്രയോഗിച്ച് മാറ്റുക. അല്ല ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, അപ്പം നമ്മുടെ പോസിറ്റീവ് ഗ്രഹങ്ങളും നെഗറ്റീവ് ഗ്രഹങ്ങളും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പോസിറ്റീവ് ഗ്രഹങ്ങളുടെ മാക്സിമം എഫക്റ്റ് നമ്മളുടെ ഇതിൽ വേണം. അതോടൊപ്പം തന്നെ നെഗറ്റീവ് ഗ്രഹങ്ങളുടെ പ്രഭാവം കുറയ്ക്കുകയും ചെയ്യണം. അതെങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മളുടെ ഉള്ളിലുള്ള ഈ ഊർജ വ്യവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ള പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ അതാണ് ഈ ഓരോ വ്യക്തിക്കും വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും ഉള്ളില് ഓരോ നാഡികളില് മന്ദതയുള്ളതുണ്ടാവും. ചില നാഡികളിൽ മന്ദതയായിരിക്കും, ചില നാഡികളിൽ എക്സൈറ്റഡ്. അത് ഈ ജാതകമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ആ മന്ദതയുള്ള അല്ലെങ്കിൽ മോശം പ്രഭാവമുള്ള നാഡികളെ കേന്ദ്രീകരിച്ച് നമ്മൾ പ്രാണായാമങ്ങൾ ചെയ്യണം. അപ്പൊ ആ പ്രഭാവത്തിന്റെ വലയത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ അത്രേ ഉള്ളൂ, ഈ പ്രാണായാമങ്ങൾ ചെയ്യുന്ന ആളുകളിൽ ഈ ഇത് ഫലിക്കാതെ ഗ്രഹങ്ങളുടെ ഈ ബലാബലത്തെ നമ്മൾ അതിജീവിക്കുകയാണ്. കാരണം ആ ബലത്തിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു, അതിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ആ ഭാഗത്തെ പിന്നെ എഫക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞു, അതിന് മാറ്റിക്കഴിഞ്ഞു, കൂടുതൽ ആവശ്യമുള്ളതിന് കൂടുതൽ എക്സൈറ്റ് ആക്കി കഴിഞ്ഞു. അപ്പൊ പിന്നെ അത് ഫലിക്കില്ലല്ലോ. അപ്പൊ ആ റിസൾട്ട് ഫലിക്കില്ല ജീവിതത്തിൽ. അപ്പൊ നമ്മള് അതാണ്. അപ്പൊ ഇതിന്റെ അൾട്ടിമേറ്റ് എത്തിയ ആളുകളാണ് യഥാർത്ഥത്തിൽ അവിടെ എത്തിച്ചേർന്നവർ. ഇപ്പോ അവധൂതന്മാരും ബോധോദയം സിദ്ധിച്ചവരും ഒക്കെ അവരുടെ ഉള്ളിലുള്ള ഈ ഗ്രഹങ്ങളുടെ ഈ പ്രഭാവത്തെയൊക്കെ അതിജീവിച്ചവരാണ്, എല്ലാത്തിനെയും പോസിറ്റീവാക്കി എടുത്തവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം കിട്ടിയെന്ന് അർത്ഥം, സ്വാധീനം ലഭിച്ചു. അവരതിനെ അതിജീവിച്ചു കഴിഞ്ഞു. അവർക്ക് ഈ ലോകത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല, ഈ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ ബാധകം. അപ്പോ ഇതിനെയൊക്കെ അതിജീവിക്കുക, അപ്പുറം കടക്കുക. ഞാനത് ഒരു പോഡ്കാസ്റ്റിനകത്ത് ഇതിനു മുമ്പ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് അത് തോന്നിയത്. കാരണം ഇതിന്റെ സയൻസ് ഇതാണ്. ഇത് ഉണ്ടല്ലോ, വളരെ രസകരമാണ്. നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഹോമിയോ മരുന്ന് പോലും നമ്മള് പൂജകളൊക്കെ ചെയ്യുന്ന പരിഹാരമായിട്ട് നമ്മൾ ചെയ്യലുണ്ടല്ലോ, അതുപോലെ ചില ഹോമിയോ മരുന്ന് പോലും നമ്മളെ ഇതിന്നും മോചിപ്പിക്കുന്നുള്ളതാണ് ഈ അവസ്ഥയിൽ. കാരണം ഹോമിയോ ഈ സയൻസിനെ അടിസ്ഥാനപ്പെടുത്തിയതാണ്. നമ്മളുടെ ഇടതും വലതും ഉള്ള നാഡികളെ റൈറ്റ് സൈഡ് റെമഡീസ്, ലെഫ്റ്റ് സൈഡ് റെമഡീസ് എന്ന് ആണ് അവരുടെ മരുന്നുകൾ തന്നെ. അങ്ങനെ രണ്ടു തരമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഇത് ചെയ്യുന്നത്, ട്രാഷ് ചെയ്യുന്നതും ഹോമിയോപ്പതിയെയും ഹോമിയോ ഡോക്ടേഴ്സും ഫൈറ്റ് നടക്കുന്നുണ്ട്. അല്ല, അത് സൂക്ഷ്മത്തില് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇടതുഭാഗത്തുള്ള നാഡികളെ വർക്ക് ചെയ്യേണ്ടത്, അവിടെ എനർജി കുറവായത് കൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പൊ അവിടേക്കുള്ള മരുന്നുകള് ആ ഭാഗത്തെ നാഡികളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്, ഊർജ്ജപ്രവാഹം ശരിയാക്കുന്നത്. അങ്ങനെ ഊർജ്ജപ്രവാഹം ശരിയാക്കുമ്പോൾ നമ്മൾ ആ ജാതകത്തിൽ നിന്നും പുറത്തു വരുമല്ലോ, അല്ലെ? ഈവൻ ഹോമിയോ മരുന്നുകൾ പോലും നമ്മളുടെ പല ദോഷങ്ങളെയും ജാതക ദോഷങ്ങളെയും തിരുത്താൻ
ഹോമിയോ മരുന്ന് കൊണ്ട് പോലും കഴിയുന്ന തോന്നുന്നു. അതിന്റെ സയൻസ് ഒന്നായതുകൊണ്ട്. അല്ല, ഒന്നുകൂടെ ചോദിക്കുന്നത്, ഇപ്പം ഒരു ഗുരുവിനത് കണ്ടെടുക്കാൻ പറ്റുമോ ഏത് ഏരിയയാണ് ഇദ്ദേഹത്തിന്റെ? തീർച്ചയായിട്ടും. അത് എങ്ങനെ വെച്ചാല് ഓരോ നാടിക്കും ഓരോ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. നമ്മളുടെ പെരുമാറ്റത്തിൽ നമ്മൾക്ക് കാണുന്ന അസുഖങ്ങളിൽ ആ ലക്ഷണങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് അത് ഏത് നാടിയായിട്ട് ബന്ധപ്പെട്ടാന്ന് അറിയാം. രണ്ട് തരത്തിലെ അസുഖം ഉണ്ടാവാം. ഒന്ന്, ഒരു നാഡി അമിതമായി എക്സൈറ്റഡ് ആയ അമിതാവുക. രണ്ട്, അതേ നാഡി വേണ്ടത്ര എക്സൈറ്റഡ് അല്ലാതെ ഡോർമെന്റ് ആയിരിക്കുക, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കുക, എനർജി കുറഞ്ഞിരിക്കുക. അങ്ങനെ രണ്ട് തരത്തിലും അസുഖം വരാം. അപ്പൊ അത് പിന്നെ ശരിക്കും നല്ല കുറച്ച് മാസ്റ്റർ ആയിട്ടുള്ള ആൾക്ക് നന്നായിട്ട് ഇതിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയും. ഒരാളുടെ പ്രശ്നങ്ങളുമായിട്ട് സമീപിക്കുമ്പോൾ ഡയഗ്നോസിസ് അതാണ്, ഗുരുവിന്റെ ഡയഗ്നോസിസ് അതാണ്. ഒരാളുടെ ഒരു പ്രശ്നം അങ്ങനെ പറയുമ്പോൾ തന്നെ അപ്പൊ തന്നെ മനസ്സിലാവും ഇങ്ങേർക്ക് ഇന്ന നാഡിയാണ് എക്സൈറ്റഡ് ആയിരിക്കാൻ അല്ലെങ്കിൽ ഡോർമെന്റ് ആണ്. ഈ സിദ്ധ വൈദ്യം ചെയ്യുന്നവര് അവർ ഈ നാഡി നോക്കും. അത് ഇതാണ് ചെയ്യുന്നത്. എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ. നിങ്ങൾക്ക് വെറുതെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. നമുക്ക് ദേഷ്യം കൂടുതലാണ്, ഭയങ്കരമായിട്ട് ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ ഉറപ്പാണല്ലോ അയാളുടെ പിങ്കള നാഡിയിലാണ് പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലായി. അതിലൂടെ ആ ഭാഗത്തുള്ള ഏതൊരു നാഡിയിലാണ്. അത് അങ്ങനെ ഉണ്ടല്ലോ, ഓരോ ഗ്രഹങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടതും കൂടിയാണ്. അപ്പോ അങ്ങനെ ഈ ദശനാഡികൾക്കും ഓരോ ലക്ഷണമുണ്ട്. ഓരോ നാഡിക്കും അത് നമ്മളുടെ പ്രകൃതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, കുറഞ്ഞാലുണ്ടാക്കുന്ന മാറ്റമുണ്ട്, കൂടിയാലുണ്ടാക്കുന്ന മാറ്റം. അപ്പൊ ഒരാളുടെ പ്രശ്നം പറയുമ്പോൾ തന്നെ ജ്ഞാനിയായ ഒരു ഗുരുവിന് മനസ്സിലാവും അങ്ങേരുടെ ഇന്ന നാഡികളിൽ ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഇന്ന നാഡികളിൽ ഓവർ എക്സൈറ്റഡ് ആണ്. അപ്പൊ അതിനെ മാത്രം കറക്റ്റ് ചെയ്താൽ മതി. വണ്ടർഫുൾ ആണ് ഇതിന്റെ സയൻസ് എന്ന് പറഞ്ഞത്. പ്രാണായാമം കഷ്ടകാലമൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സമർപ്പണം എന്ന് പറയില്ലേ, ദൈവികമായ സമർപ്പണത്തോടു കൂടിയിട്ട് അതിനെ അതിജീവിക്കും. അതേപോലെ അങ്ങനെ പ്രശ്നമുണ്ട് തോന്നുകയാണെങ്കിൽ പ്രാണായാമങ്ങളൊക്കെ ഒന്ന് പഠിച്ച് തുടങ്ങി കുറച്ച് ഇതായ തന്നെ ഏറെക്കുറെ ഈ പ്രശ്നങ്ങള് നമ്മൾ ബാധിക്കാതെ, ജാതക പ്രശ്നങ്ങള്, അതായത് ഗ്രഹനിലയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതെ രക്ഷപ്പെടാൻ പലപ്പോഴും കഴിയും എന്ന് പറഞ്ഞു. സയൻസ് തന്നെയാണ്. ഓക്കെ ചേട്ടാ, നമുക്ക് അടുത്തൊരു ഇതുമായിട്ട് തിരിച്ചു വരാം. സന്തോഷം.